വയനാട് ദുരന്ത മേഖലയിൽ അനാവശ്യ സന്ദർശനം ഒഴിവാക്കണമെന്ന് മന്ത്രി കെ രാജൻ. നിലവിൽ ക്യാമ്പുകളിൽ 1350 പേരാണുള്ളതെന്നും ഇന്ന് 4 ശരീരഭാഗങ്ങൾ കൂടി കണ്ടെടുത്തുവെന്നും മന്ത്രി പറഞ്ഞു. അക്കാര്യത്തിൽ ഞങ്ങൾക്ക് മാധ്യമങ്ങളിലൂടെ ജനങ്ങളോട് പറയാനുള്ളത്, വളണ്ടിയർമാർ, സന്നദ്ധ പ്രവർത്തകർ, ഒഫീഷ്യൽസ്, നമ്മുടെ ഫോഴ്സ്, ജനപ്രതിനിധികൾ ഈ കാറ്റഗറിയിൽ ഒതുങ്ങി നിൽക്കുന്നവരല്ലാതെ തൽക്കാലം ഇപ്പോൾ അവിടേക്ക് സന്ദർശകരായി എത്തിച്ചേരുന്നവർ അത് ഒഴിവാക്കണം എന്ന നിർബന്ധമായ അഭ്യർത്ഥനയാണ് ഞങ്ങൾക്കെല്ലാവർക്കും ഉള്ളത്. ഞാനിത് പറയാൻ കാരണം, ഇന്ന് പുഞ്ചിരിമറ്റത്ത് ഞങ്ങൾ 3 പേരും ഈ പ്രദേശങ്ങൾ സന്ദർശിച്ചുകൊണ്ടിരിക്കുക. കാണാൻ വേണ്ടി വന്ന ഒരാളായിരിക്കാം. പുഞ്ചിരിമറ്റം എന്ന സ്ഥലം നിങ്ങളെല്ലാവരും പോയി കണ്ടതാണ്. പുഞ്ചിരിമറ്റത്തിൻ്റെ ഏറ്റവും അപകടകരമായിട്ടുള്ള സ്ഥലത്ത് ഒറ്റക്കല്ലിൽ കയറി നിന്ന് താഴത്തോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരങ്ങളിൽ നല്ല മഴയുണ്ട്, കാറ്റുണ്ടാകും. ഈ മുന്നറിയിപ്പുകൾ നമ്മുടെ കയ്യിലുണ്ട്. അവിടെ നിൽക്കുന്ന ആളുകൾ ഒന്ന് താഴത്തോട്ട് മാനസികമായി മാറാനോ, ഒന്ന് തലയിട്ടുകയോ, അല്ലെങ്കിൽ ഇത് കണ്ടു പേടിക്കുകയോ, ഈ ദുരന്തഭൂമിയുടെ അളവ് കണ്ട് പേടിക്കുകയൊക്കെ ചെയ്ത് പോയാൽ അത് വലിയ പ്രയാസമായിരിക്കും. അതുകൊണ്ട് പോലീസ് അക്കാര്യത്തിലൊരു പൊതു നിയന്ത്രണം ഉണ്ടാക്കും. ദയവായി സന്ദർശകരായി എത്തിച്ചേരുന്നവരോട് ഇപ്പോൾ അങ്ങോട്ട് പോകേണ്ടതില്ല. എന്നാൽ അവിടെ നടത്തുന്ന പ്രവർത്തനങ്ങളിൽ പോകുന്നവർക്ക് അങ്ങനെ പോവുകയും ചെയ്യാം. മന്ത്രിസഭാ ഉപസമിതിയുടെ ബ്രീഫിംഗിന്റെ വിശദാംശങ്ങളുമായി ജോസൽ സെബാസ്റ്റ്യനാണ് ചേരുന്നത് വയനാട് നിന്നും. ജോസൽ, എന്തൊക്കെയാണ് മന്ത്രിമാർ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ? ബിനീഷ, ഇന്ന് ചൂരൽമല അടക്കമുള്ള ദുരന്തമുഖങ്ങളിൽ സന്ദർശനം നടത്തിയതിനു ശേഷമാണ് മന്ത്രിതല ഉപസമിതി ഇന്ന് മാധ്യമങ്ങളെ വയനാട് കളക്ട്രേറ്റിൽ വെച്ച് കണ്ടത്. പ്രധാനമായും അദ്ദേഹം ഇന്ന് പറഞ്ഞത്, ഈ ലീഗൽ ഹയർഷിപ്പ് സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് മുൻകാലങ്ങളിൽ ഈ ദുരന്തബാധിതർക്ക് സഹായങ്ങൾ സർക്കാർ തലത്തിൽ ലഭിച്ചിരുന്നത്. അത് 2 മാസത്തോളം അത് നേടിയെടുക്കുന്നതിന്, കൃത്യമായ രേഖകൾ സമർപ്പിച്ച് നേടിയെടുക്കുന്നതിന് ഒരുപാട് കാലതാമസം വരുന്ന പശ്ചാത്തലത്തിൽ ഈ ലീഗൽ ഹയർഷിപ്പ് സർട്ടിഫിക്കറ്റുകൾ ഇല്ലാതെ തന്നെ ഈ ദുരന്ത മേഖലയിലെ ആളുകൾ സഹായങ്ങൾ നൽകുന്ന കാര്യത്തിൽ ഉറപ്പുവരുത്തും എന്നുള്ളതാണ് പ്രധാനമായും പങ്കുവച്ചത്. അതുപോലെ തന്നെ ഇന്ന് ഇപ്പോൾ നിലവിൽ 420 ബോഡി പാർട്ടുകളാണ് ഈ DNA പരിശോധനയ്ക്ക് അയച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളുകൾ അത് ആരുടേതാണ് എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി 115 രക്തസാമ്പിളുകളും ഈ DNA പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ 17 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അത് 10 കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ 1350 പേരാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത്. 495 കുടുംബങ്ങളാണ്. അതുപോലെ തന്നെ പ്രധാനമായും അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഈ ദുരന്ത മേഖലയിൽ ഒരു സന്ദർശകരുടെ ഒരു ചില കടന്നുകയറ്റമുണ്ട്, അത് പൂർണ്ണമായും ഒഴിവാക്കണം എന്നുള്ളതാണ് ഇന്ന് മന്ത്രി പറഞ്ഞത്. നമുക്ക് ഇന്ന് അദ്ദേഹം അതിനൊരു ഉദാഹരണവും ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹം ദുരന്ത മേഖല വയനാട്ടിൽ നിന്നുള്ള മന്ത്രിസഭാ ഉപസമിതി യോഗത്തിന്റെ ബ്രീഫിംഗിന്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ജോസൽ. ഇന്ന് 4 ശരീരഭാഗങ്ങളാണ് കണ്ടെത്താനായിട്ടുള്ളത്. നിലവിൽ 10 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 1350 അടക്കം ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നു. ദുരിതാശ്വാസ ക്യാമ്പുകളുടെ എണ്ണം 10 കുറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന് മന്ത്രി പ്രധാനമായും സൂചിപ്പിച്ച ഒരു കാര്യം, ഈ പുനരധിവാസ പാക്കേജുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, പുനരധിവാസം നടന്നുകൊണ്ടിരിക്കുകയാണ്. ദുരന്ത മേഖലയിലേക്ക് അനാവശ്യമായി കടന്നുകയറ്റം പാടില്ല. ദുരന്ത മേഖലയിൽ അനാവശ്യമായി സന്ദർശനങ്ങൾ ഒഴിവാക്കാനുള്ള ഒരു അഭ്യർത്ഥന കൂടി മന്ത്രിസഭാ ഉപസമിതി യോഗത്തിന്റെ ബ്രീഫിംഗിൽ മന്ത്രി കെ രാജൻ വിശദീകരിച്ചു. ജോസൽ സെബാസ്റ്റ്യനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.